വിരുദ്ധ വികാരങ്ങൾ ബിലാലിനെ പിടികൂടി. പോവണോ വേണ്ടയോ? അങ്ങയെ കാണണം, കണ്ടേ മതിയാവൂ. എനിക്ക് അങ്ങയെ കണ്ടിട്ട് മതി വന്നിട്ടില്ല. ചില ദിവസങ്ങൾ കൂടി കടന്നുപോയി. ശത്രുക്കൾക്ക് എന്തോ സംശയം തോന്നി. ബിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചുവോ? ഗോത്ര നേതാക്കൾ സംശയിച്ചു നിൽക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ശക്തനായ മുഅ്മിനായിത്തീരുന്നു. എന്താണ് കേൾക്കുന്നത്? ഞെട്ടിക്കുന്ന വാർത്തകൾ, ക്രൂരമർദ്ദനത്തിന്റെ വാർത്തകൾ. എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുന്നത് കുറ്റമോ? മുഹമ്മദ് അള്ളാഹുവിൻ്റെ നബിയാണെന്ന് പറയുന്നത് അപരാധമോ? ഉമയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി എന്തൊരു ഗൗരവം! പിശാചിനെ പോലെയുണ്ട് ബിലാൽ. അലറും പോലെയുള്ള വിളി. ബിലാൽ ഓടിച്ചെന്ന് വിനയത്തോടെ നിന്നു. ഞാൻ ചിലതൊക്കെ കേട്ടത് ശരിയാണോ എന്നറിയണം. അതിനാണ് ഞാൻ വിളിച്ചത്. ചിലരൊക്കെ മുഹമ്മദ് നബിയെ കാണാൻ പോകുന്നുണ്ട്, നീ പോയിരുന്നോ? ഒന്നും പറഞ്ഞില്ല. നീ ബുദ്ധിയുള്ളവനാണ്, അബദ്ധമൊന്നും കാണിക്കില്ലെന്നറിയാം. എന്നാലും പറയുകയാണ്, നീ അവനെ കണ്ടെന്നോ മറ്റോ കേട്ടാൽ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഗൗരവം നിറഞ്ഞ മുന്നറിയിപ്പ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്താതീതനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള മോഹം മനസ്സിൽ വളർന്നു. ആരും കാണാതെ പോയി കണ്ടു. കുറച്ചുനേരം സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ഓതിക്കേട്ടു. കേട്ടത് പഠിച്ചു, കാണാതെ പഠിച്ചു, രഹസ്യമായി മടങ്ങി. പിന്നെയും പോയി വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പഠിച്ചു. പഠിച്ചത് ആരും കേൾക്കാതെ ഓതിക്കൊണ്ടിരുന്നു. ആരും കാണാതെ മടങ്ങിപ്പോയി. ഇപ്പോൾ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു ആ സന്നിധിയിലെത്താൻ, ആ വചനങ്ങൾ കേൾക്കാൻ. പിന്നെയും പോയി. ആരോ അത് കണ്ടുപിടിച്ചു. പാർത്തും പതുങ്ങിയുമുള്ള പോക്ക്, കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് വാർത്ത ഒഴുകി. ഉമയ്യത്തിന്റെ ചെവിയിലുമെത്തി. ബിലാൽ, ഇടിവെട്ട് പോലുള്ള വിളി. നീ മുഹമ്മദിനെ കാണാൻ പോയിരുന്നു. എന്നിട്ടെന്തുണ്ടായി? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അവന്റെ നബിയാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചു. ഉമയ്യത്തിന്റെ വലമേറിയ കൈ ഉയർന്നു. ബിലാലിന്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. വേദന കൊണ്ട് പുളഞ്ഞുപോയി. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ബിലാലിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ. മേലാൽ നീ അവനെ കാണരുത്. ആ വിശ്വാസം നീ ഉപേക്ഷിക്കണം. നമുക്ക് നമ്മുടെ മതം അതുമതി. മുഹമ്മദുമായി നിനക്കൊരു ബന്ധവും പാടില്ല. മനസ്സിലായോ? അപ്പോഴും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇവൻ പിന്നെയും അല്ലാഹു അഹദ് എന്നാണെന്നല്ലോ പറയുന്നത്. നീ നേരെയാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ വന്നത് കിങ്കരന്മാരാണ്. അബൂജഹൽ, ഉത്ബത്ത് ബിൻ റബീഅ, ഷൈബത്ത് ബിൻ റബീഅ, ഉഖബത്ത് ബിൻ അബീ മുഈത്ത്, അബൂ സുഫിയാൻ, പിന്നെ കുറേ മല്ലന്മാരും. നന്ദികെട്ട അടിമ, ഇവന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഉമയ്യത്ത് ഉറക്കെ പറഞ്ഞു. അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എല്ലാ ചോദ്യത്തിനും ഒരേ ഒരു മറുപടി, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. മാറി മാറി അടിക്കാൻ തുടങ്ങി. മർദ്ദനം ക്രൂരമായി. ചവിട്ടും തൊഴിയും പീഡനം പലവിധം. തളർന്ന ശബ്ദം, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. യജമാനന്മാരും അടിമകളും അവർ തമ്മിലുള്ള അന്തരം അതാണിവിടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന ആ നിമിഷങ്ങളെ കുറിച്ചോർത്തു. അള്ളാഹുവിന്റെ സൃഷ്ടികൾ, ആദം സന്തതികൾ എല്ലാവരും സഹോദരങ്ങൾ. ഒരാളെ ആക്രമിക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. എല്ലാ അക്രമികളും വിചാരണ ചെയ്യപ്പെടും. വിചാരണയുടെ ദിനം വരും. ഈ അക്രമവും വന്ന് ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവേ, ക്ഷമിക്കാൻ കഴിവ് തരയണമേ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പട്ടിണിക്കിട്ടു. വിശന്നു പൊരിഞ്ഞു ദാഹിച്ചു വലഞ്ഞു. ഒരിട്ട് വെള്ളം നൽകിയില്ല. ലാത്തയെ വിളിക്കൂ, ഉസ്സയെ വിളിക്കൂ, നിനക്ക് വെള്ളം തരാം, ഭക്ഷണം തരാം. അപ്പോഴും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. കത്തിപ്പടരുന്ന മരുഭൂമി. എന്തൊരു ചൂട്! ബിലാലിന്റെ കൈകാലുകൾ ബന്ധിച്ചു വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി പതയ്ക്കുന്ന മണൽക്കാട്ടിൽ നഗ്നമായ ശരീരം വലിച്ചിട്ടു. ചൂട് കത്തിപ്പടരുന്നു, തൊലി കരിയുന്നു. മർദ്ദകന്മാരുടെ അട്ടഹാസം. ലാത്തയെ വിളിക്കൂ, ഉസ്സയെ വിളിക്കൂ. അപ്പോഴും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. വലിയ പാറക്കല്ല് വലിച്ചു കൊണ്ടുവന്നു. കുറെ പേർ ചെന്ന് വലിച്ചിട്ട് നീങ്ങാൻ പ്രയാസം. എല്ലാവരും കൂടി വലിച്ചു പൊക്കി ബിലാലിന്റെ നെഞ്ചിൽ വെച്ചു. എന്തൊരു ഭാരം! ശ്വാസമയക്കാൻ പറ്റുന്നില്ല. ശക്തി ചോർന്നു പോവുകയാണ്. ഈ നിലയിൽ ഏറെ നേരം തുടരാനാവില്ല. ശ്വാസം നിലച്ചു പോകും. മരിക്കട്ടെ, രക്തസാക്ഷിയാവട്ടെ. ഈമാൻ കൈവെടിയില്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഉമയ്യത്ത് ബിൻ ഖലഫ് ക്ഷീണിച്ചു. തന്നെ അടിമ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇവനെ കൈവെടിയുന്നതാണ് നല്ലത്. പക്ഷേ എങ്ങനെ? വെറുക്കപ്പെട്ട അടിമ. ആരോ ഒരാൾ നടന്നു വരുന്നുണ്ടല്ലോ.
ധൃതിയിലാണല്ലോ വരവ്. പലരും വന്നു കൂടിയിട്ടുണ്ട്. വാർത്ത നാടാകെ പരന്നിട്ടുണ്ട്. എല്ലാവരും കാഴ്ച കാണുകയാണ്. അനുസരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അനുസരിക്കുന്ന ലക്ഷണമില്ല. അവർ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മരിച്ചാലും വിശ്വാസം കൈവെടിയില്ല. എന്തൊരു വാശി, എന്തൊരു ദൃഢത! വരുന്നത് അബൂബക്കറാണല്ലോ. വിവരം കേട്ടറിഞ്ഞു വരികയായിരിക്കും. മുഹമ്മദിന്റെ ആളാണ്, വരട്ടെ, വന്ന് കാണട്ടെ, കണ്ണിറയെ കണ്ടോട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്തെത്തി തൻ്റെ സ്നേഹിതനെ നോക്കി. എന്തൊരു ദയനീയമായ അവസ്ഥ, കൊടും ക്രൂരത! എൻ്റെ സംരക്ഷകൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുകയാണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഷത്തോടെ ചോദിച്ചു. ഹേ ഉമയ്യത്ത്, നിങ്ങളുടെ അടിമയാണല്ലോ ഇത്. നിങ്ങൾ ഇതിനെ വിൽക്കാൻ തയ്യാറുണ്ടോ? വിൽക്കാൻ തയ്യാറുണ്ട്. ഉമയ്യത്ത് എന്തോ ഒരാവേശത്തോടെ വിളിച്ചു പറഞ്ഞു. എത്ര വില വേണം? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ ചോദിച്ചു. ഉമയ്യത്ത് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, ഹംസ അവാഖ്, 5 ഊഖിയ അഥവാ 5 സ്വർണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു 5 ഊഖിയ കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലയ്ക്ക് വാങ്ങി. നെഞ്ചിലെ പാറക്കല്ല് നീക്കി പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിൽക്കാനും നടക്കാനും വയ്യ. വസ്ത്രം ധരിപ്പിച്ചു, വെള്ളം കുടിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈപിടിച്ചു മെല്ലെ നടത്തിച്ചു നീങ്ങിയപ്പോൾ ഉമയ്യത്ത് പരിഹാസ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ ഒരു സ്വർണ്ണ നാണയം തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാനവരെ നിങ്ങൾക്ക് വിൽക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേ ആവേശത്തിൽ തന്നെ മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു, നിങ്ങൾ 100 ഊക്കിയ സ്വർണം ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് തന്ന് അവനെ വിലക്ക് വാങ്ങുമായിരുന്നു. ഉമയ്യത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം മുട്ടിപ്പോയി. കൂട്ടുകാർ 2 പേരും നടന്നുപോയി. അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത്. ആ വീട് ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. ശരീരം നിറയെ അടിയുടെ പാടുകൾ, ചവിട്ടിച്ചതച്ച ശരീരം, വല്ലാത്ത നീറ്റൽ, സന്ധികളിൽ വേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സ്വീകരിച്ചു. അവിടെയുള്ളവർ ചുറ്റും കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രഖ്യാപിച്ചു, അല്ലാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി ഞാൻ ബിലാലിനെ സ്വതന്ത്രനാക്കുന്നു. കേട്ടുനിന്നവർ അല്ലാഹുവിനെ വാഴ്ത്തി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഫ മറ.